ജിക്ക ഇങ്ങൊന്ന് വന്നേ. എന്താ? ഇങ്ങ് വാ. എന്താ? ഇത് നോക്കേ. പിന്നെ പോയോ? ഇത് വല്ലപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇതാ ഞാൻ അന്നൊട്ടേ പറഞ്ഞത്, ശ്രീനാഥേട്ടന്റെ വണ്ടിയിലുള്ള പോലത്തെ ഒരു ബ്ലോക്ക് പങ്ക് വാങ്ങി വെക്കാൻ. അതിനത് അവന്റെ വണ്ടിയുടെ കൂടെ കിട്ടിയതല്ലേ. നമ്മുടെ വണ്ടി അങ്ങനെയാണോ? അതുപോലെ തന്നെ ജിക്കാക്കാക്ക വാങ്ങിച്ചാൽ എന്താ? കണ്ട നീ കണ്ട വെബ്സൈറ്റിലും യൂട്യൂബിലും പറയണ കേട്ടല്ല അങ്ങനെ പറയുന്നത്. നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് ഒരു വണ്ടി ഓടിച്ചാലും കിട്ടില്ല. ഷാർജ ഷേഖും ദുബായ് ഷേഖും ഒരുമിച്ചാണല്ലോ. എന്താണ് ഇപ്പോഴത് കഴിക്കൊണ്ടിരിക്കുകയാണോ? അവിടെ സാധനങ്ങൾ കുപ്പി കയറുന്നുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ പണി തുടങ്ങിക്കൊള്ളൊക്കെ. എന്ത് കഷ്ടമാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യും. എന്റെ പൊന്നുമായി നീ എങ്ങനെയെങ്കിലും തുടയ്ക്കുക, അല്ലെങ്കിൽ ആ പോയ അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞ എല്ലാം ഞാൻ കേൾക്കേണ്ടി വരും. ഇല്ല മിക്കാക്കാവ് കൊണ്ടുപോവാൻ ഉമ്മച്ചി ഇത്തത്തെയും കൈ കിട്ടിയതെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങളതെല്ലാം പാക്ക് ചെയ്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോഴാ ജിക്കാക്ക ഷോറൂമിന്റെ അവിടെ കാറ് നിർത്തുന്നത്. ഞാനും ജിക്കാക്കയും കൂടി ഇവിടെ പഴയ കാറിന്റെ ഷോറൂം തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാ. പക്ഷെ കാശില്ല. മിക്കാക്ക അവിടെ എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാശും ചോദിച്ചു. മിക്കാക്ക അതിനൊന്നും പറയാണ്ട് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഫിദാത്തായിട്ടുള്ള നിക്കാഹിനെ നീ എന്നിട്ട് ജിക്കാക്കയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നീ പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ. സെറ്റ്. എന്തായി നമ്മുടെ കാര്യം? എന്തായി? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീയും കൂടെ ഒന്ന് പോയി സംസാരിക്കായിരിക്കും എൻ്റെ ശരി. ശരി, നീ കൂടെ വാ. ഏയ് ഇല്ലളിയാ, ഞാൻ വരുന്നില്ല. നീ ഒറ്റയ്ക്ക് പോയി പറഞ്ഞാൽ മതി. എങ്ങാനും ഇത് പാളിയാലുണ്ടല്ലോ നിനക്ക് പൊടിയും തട്ടി കുടുംബത്തിൽ കയറാം. എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ പോയിടും. പോയിട്ട് വരാം. ബെസ്റ്റ് വിഷസ്. പോയി പൊളിക്ക്. ഇതൊക്കെ ഈ ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ട് തുടങ്ങിയാൽ കച്ചവടം നടക്കും. അല്ല, വിൻറ്റേജ് കാറിന്റെ ബിസിനസ് ആണല്ലോ, അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ എവിടെയാണെന്ന് തേടി പിടിച്ച് വരും. ജിമ്മി അഡ്വാൻസ് എത്ര കൊടുത്തു? 10. അങ്കിള് എൻ്റെ കയ്യിൽ ബാലൻസ് കൊടുക്കാനുള്ള ഫണ്ട് സെറ്റായിട്ടില്ല. എങ്ങാനും ടൈമിൽ സെറ്റായില്ലെങ്കിൽ അങ്കിൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ജിമ്മി, കൂട്ടുകച്ചവടം എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല. പിന്നെ ഇവൻ വന്ന് പറഞ്ഞപ്പോൾ ജിമ്മിനെയാണെങ്കിൽ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലോ. ജിമ്മി ഫണ്ട് സെറ്റാക്ക്, ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മാമ, ഇവരിൽ ആർക്കായിരുന്നു വേഗത കൂടുതൽ? മിൽക്കിയായിരുന്നു സ്പ്രിൻ്റർ. ജിമ്മിയുടെ ഐറ്റം 400-800 ഒക്കെ ആയിരുന്നു. 82 ഡൽഹി. വാ ഇരിക്കും. ഇത് 86 കൊറിയ. കണ്ടോ, ആ വർഷം PT ഉഷയ്ക്ക് 5 മെഡലായിരുന്നു. 4 സ്വർണ്ണം 1 വെള്ളി. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, രോമാഞ്ചം കൊണ്ട്. ഉമ്മ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ ഇവിടെ ഇരിക്കേ. അതെ, ഉമ്മയൊന്നും വിളിച്ചില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓഹോ, ഇത്താത്ത എനിക്കിപ്പോ ഇത്താത്താടെ ഇൻസ്റ്റൈഡ് എന്ന് പറഞ്ഞുതരോ? എന്തിനാ? അതൊക്കെ ഉണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാ തരാം. ഇത്താത്ത തരാൻ പറ്റുമോ ഇല്ലയോ? എന്തൊരു കഷ്ടമല്ലേ. അല്ലെങ്കിലും നമ്മുടെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ടാസ്ക് ആയിട്ട്. ആകെ ഒരടി വീതിയുള്ള റോഡിലൂടെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും സീനാകും. പിന്നെ ജസ്റ്റ് ഒരു ഓട്ടോ ബാങ്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പണി വാളി. നീ ഒരു കാര്യം ചെയ്യ്, ആ കമ്പനിപ്പടിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. അല്ലേക്ക ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? നീ കൊണ്ടുപോയി കൊടുക്കണം, ഇതിന്റെ പൈസ കൊടുക്കണം. പൈസ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ആകെ പാളീസായിട്ടിരിക്കണേക്ക. യാസ്മിന് വന്നിട്ടുണ്ടായ പ്രധാന മാറ്റം ഒരു പാത്രം പോലും എടുത്തു വെക്കാത്ത ജംഷു ഇപ്പൊ അടുക്കള കയറി എന്നുള്ളതാ. ജംഷു ചെയ്യുന്ന കണ്ടിട്ട് ഷാജിക്ക് അവരെ സ്വന്തം പാത്രം കഴുകി വെക്കാൻ തുടങ്ങി. അപ്പൊ നിന്റെ പണി കുറഞ്ഞല്ലോ. ഒരു പരിധി വരെ പിള്ളേർക്ക് ഒരിത്തിരി ഒതുക്കം കിട്ടാനായിട്ട് നേരത്തെ കെട്ടിക്കുന്നത് തന്നെ നല്ലത്.
ജിമ്മിയുടെ കാര്യമായോണ്ടാ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഓ കല്യാണമൊക്കെ നമ്മൾ വിചാരിച്ചേക്കാൾ ഉഷാറായി. അതെ അതെ വിരുന്നിന് മോക്കൊക്കെ എവിടെ വരെയായി? എവിടെ വിരുന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് വൈകിട്ട് നൗസാദിന്റെ അവിടെ പോകണം. നാളെ നിലമ്പൂരും. ഇപ്പൊ പോകാതിരിക്കാനും പറ്റില്ല. നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് കഴിക്കുമ്പോഴും ഇക്ക, ഞാൻ ഖദീജിത്താനോട് പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം യാസ്മിന്റെ വീട്ടിൽ പോയപ്പോ ഫിദയുടെ ഉമ്മ എന്നോട് ജിമ്മിയെ പറ്റി കാര്യമായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവർക്ക് ഇവനോട് നല്ല താല്പര്യം ഉണ്ടെന്നേ, അല്ലേ ഇക്ക? ആ അതെ അതെ. നമുക്ക് ആ കുട്ടി ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? എനിക്കിഷ്ടായി. നല്ല ഭംഗിയുള്ള കുട്ടിയാ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കാര്യപ്രാപ്തി ഉണ്ട്. ജിമ്മി നീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. അവനിതൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. ജിമ്മി, നീ എന്തേലും ഒന്ന് പറയടാ. നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഫിദ അറിയുന്നുണ്ടോ? എനിക്ക് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാനുള്ള വൈബായില്ലെന്ന് തോന്നി. എന്താണ് ഈ വൈബ്? വാപ്പച്ചിയുടെ ടെൻഷൻ കണ്ടാ തോന്നുന്നു എനിക്ക് എന്തോ ആ ചൊവ്വ. കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ ഉമ്മ വന്ന് ഇത്ര കാര്യമായിട്ട് എന്നോട് സംസാരിക്കോ, അല്ലേ ഇക്ക? ആ മോളെ ഫിദ വല്ലതും പറഞ്ഞോ? പിതത്താത്തേക്ക് ചിക്കാക്കേനോട് ഇഷ്ടക്കേടൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഇനി ഇത് നടക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അത് പൊളിക്കും. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാം അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ സംസാരത്തിന്റെ ഇടയിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം, നൈസായിട്ട്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇക്ക പിന്നെ ഒഫീഷ്യലായിട്ട് ചോദിച്ചാൽ മതി. അതിന് ഇവനെന്തെങ്കിലും പറയണ്ടേ? എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചായക്ക് മെതിടാൻ സമയം തോന്നുന്നു. ചുമ്മാ ജാട കാണിക്കണം. ഇപ്പൊ തന്നെ ഫിജത്താത്തിട്ടാണ് ചിക്കാകെ ചാറ്റ് ചെയ്യണേ. പറയാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലല്ലോ. അവര് വരുമ്പോ കുടിച്ചോളാന്നല്ലേ പറഞ്ഞത്. അപ്പൊ കുടിക്കണ്ടേ ഇനി ഇതിന്ന്? അല്ല ടേസ്റ്റോ വേണ്ട, വെറുതെ നോക്കിയിരുന്നാ മതി.